ഡോക്ടർ ബി ജയരാജ്, പണ്ടൊരു കുഞ്ഞാലിയുടെ ജയം ഒഴിച്ചു നിർത്തിയാൽ നിലമ്പൂർ കോട്ട ഇടതുപക്ഷത്തിന് അത് ബാലികറാമലയാണ്. അത് അങ്ങനെ അല്ലാതാക്കി മാറ്റിയത് അത് പി വി അൻവറിൻ്റെ സ്ഥാനാർത്ഥമാണ്. പി വി അൻവറിൻ്റെ വ്യക്തിപരമായ സ്വാധീനം കൊണ്ടുകൂടിയാണല്ലോ. അൻവർ നിങ്ങൾക്കൊപ്പം ഇല്ല. ഇപ്പോൾ അത് ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, നിലമ്പൂരിനെ സംബന്ധിച്ച് ആര്യാടൻ കുടുംബം, ആര്യാടൻ മുഹമ്മദ് ആണെങ്കിലും ആര്യാടൻ ഷൗക്കത്ത് ആണെങ്കിലും അവിടെ ഒരു വലിയ തലപ്പൊക്കമുണ്ട്. എന്താണ് ഈ പറയുന്ന നിലമ്പൂരിൻ്റെ അഭിമാനം, നിലമ്പൂർ തേക്കും ആര്യാടനുമാണ് എന്ന് രമേശ് ചെന്നിത്തല പറയുന്നത് പോലെ ഒരു തലപ്പൊക്കം അവിടെയുണ്ട്. ആ തലപ്പൊക്കം അവിടെ ഉണ്ടെന്ന് പറയുമ്പോഴും അൻവർ പിന്നെയും ഇടം തിരിഞ്ഞ് നിൽക്കുന്നത് ഇടതുപക്ഷത്തിന് പ്രതീക്ഷ നൽകുന്ന ഇടംതിരിവാണോ അത്, ശ്രീ ബി ജയരാജ്? രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള രീതിയിൽ ഞാനിതിനെ നോക്കിക്കാണുന്നത് വേറൊരു അർത്ഥത്തിലാണ്. കാരണം ഇവിടെ നടക്കുന്നത് എന്താണ്, പാലക്കാടിൻ്റെ റെപ്ലിക്ക നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് കോൺഗ്രസ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJP സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല. അതിനോട് രണ്ട് മതരാഷ്ട്രവാദികൾ, ഒന്ന് ഹിന്ദു മതരാഷ്ട്രവാദികളായിട്ടുള്ള സംഘപരിവാർ സംഘടനകളും രണ്ട് ജമാഅത്തെ ഇസ്ലാമി മദൌദി അവരുടെ കൈപിടിച്ചിട്ടുള്ള മുസ്ലിം ലീഗും കൂടെ ചേർന്നിട്ട് കോൺഗ്രസ്സിന് നമ്മൾ നാട്ടിൻപുറത്ത് പറയുന്ന കണക്കല്ലേ മുള്ളും മുള്ളംപന്നി എല്ലാം കൂടെ ചേർന്നിട്ട് ഇടതുപക്ഷത്തിനെ എതിർക്കുക. അതുകൊണ്ട് കാമ്പുള്ള ഒരു അഴിമതി ആരോപണമൊന്നും ഇല്ലാത്തത് കൊണ്ട് പൊതുവെ അങ്ങ് പിണറായിസത്തിനെതിരെ എന്നാണ് ഞാൻ നേരത്തെ പങ്കെടുത്ത TV ചർച്ചയിൽ ഒരാൾ പറഞ്ഞത്. രാഷ്ട്രീയം പറഞ്ഞ് ഇലക്ഷനെ മത്സരിക്കാനായിട്ട് കാമ്പില്ലാത്ത ആളുകളാണ്, രാഷ്ട്രീയ സംഭാഷണം നടത്തി ഇലക്ഷനെ നേരിടാനുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള ദുരാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. PV അൻവർ ഇപ്പോൾ നടത്തുന്നത് ഒരു പൊറാട്ട് നാടകമാണ്, രാഷ്ട്രീയത്തിലൊരു പൊറാട്ട് നാടകമാണെന്ന് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അത് വ്യക്തമാവും. ഈ പ്രധാനപ്പെട്ട ചർച്ചയിൽ നിന്ന് വഴിമാറിപ്പോകാൻ വേണ്ടിയിട്ടുള്ള ബി ജയരാജ്, അപ്പോൾ PV അൻവർ അവിടെ UDF ഇടം തിരിഞ്ഞ് നിൽക്കുന്നത് കൊണ്ടും ഇടതുപക്ഷത്തിന് പ്രതീക്ഷയില്ലെന്ന് താങ്കൾ പറയുകയാണോ? അല്ല, UDF അൻവർ എന്ന് പറഞ്ഞാൽ പാർട്ടി LDF സംവിധാനത്തിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം അൻവർ നടത്തിയിട്ടുള്ള പ്രസ്ഥാനങ്ങൾ അടിക്കടി ഇയാളിങ്ങനെ നിലപാടുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അൻവറിന് തന്നെ ഉറപ്പായിട്ടൊരു ഒരു സ്റ്റാൻഡില്ലാതെ അവസാനം PC ജോർജിൻ്റെ അവസ്ഥയിലേക്ക് അൻവർ പോവും. ഒരു രാഷ്ട്രീയ ഭിക്ഷാന്തേകിയായി കേരളമൊട്ടും അലയുന്ന കാഴ്ച അനധിവിദൂരമായ കാഴ്ചയാണ്. അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ചില നടപടികളും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു റൂട്ടിൽ തന്നെയാണ് പോക്ക്. പക്ഷേ അൻവറിന് ഇപ്പോൾ പിടിച്ചു നിൽക്കാനായിട്ട് വേറെ എന്തെങ്കിലും ഓഫർ കിട്ടുമോ എന്നുള്ള ശ്രമത്തിലാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റോ അതല്ലെങ്കിൽ UDF മുന്നണി പ്രവേശമോ ഇതിനൊക്കെ വേണ്ടിയിട്ട് സമ്മർദ്ദതന്ത്രങ്ങളിൽ കുറേ നാളുകളായിട്ട് കോൺഗ്രസിനെ ഇങ്ങനെ പിടിച്ചു വലിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത്തരം ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുള്ളത്, ഇത്തരം സമ്മർദ്ദ തന്ത്രങ്ങളിൽ അത് വാസ്തവമാണെങ്കിൽ തന്നെ, ഞാൻ പറഞ്ഞതിന് കടകവിരുദ്ധമായിട്ട് ഇത് വാസ്തവമാണെങ്കിൽ തന്നെ കോൺഗ്രസ് അത്തരം സമ്മർദ്ദ തന്ത്രങ്ങൾ വീഴാതിരുന്നത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഭിക്ഷാന്തേകികളെ ഒഴിവാക്കുന്നതിന്റെ നമ്പർ 1 പടിയാണ്. അത് ഏത് പാർട്ടിയിൽ നിന്ന് ആര് വന്നാലും അത്തരത്തിലുള്ള ഒരു തീരുമാനം വളരെ നല്ല ബോൾഡായിട്ടുള്ള തീരുമാനമാണെന്ന് അംഗീകരിക്കാതിരിക്കാൻ